എജുലേറ്റിൻ്റെ കൂൾ പരിശീലനവുമായി ബന്ധപ്പെട്ട പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സർക്കുലർ ഇറങ്ങിയ ഉടനെ തന്നെ ധാരാളം അന്വേഷണങ്ങൾ ഇതുമായി വന്നിരുന്നു. ഇതൊന്ന് ക്ലാരിഫൈ ചെയ്യുന്നതിനും എങ്ങനെ പരിശീലനത്തിന് രജിസ്റ്റർ ചെയ്യാമെന്ന് അറിയിക്കാനുമാണ് ഈ വീഡിയോ. കൂളുമായി ബന്ധപ്പെട്ട മുൻകാല ചോദ്യപേപ്പറുകൾ, വിവരങ്ങൾ, മറ്റു വാർത്തകൾ എന്നിവ ലഭിക്കുന്നതിന് ഈ ചാനൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അധ്യാപകരുടെ പ്രൊബേഷൻ പൂർത്തിയാക്കുന്നതിന് ആവശ്യമായ കൂൾ ഓൺലൈൻ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ഈ പരിശീലനം 7/11/2020 മുതലാണ് ആരംഭിക്കുന്നത്. അതിനാൽ പരിശീലനത്തിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ 26/10/2020 മുമ്പ് സമഗ്ര പോർട്ടലിൽ തങ്ങളുടെ ലോഗിനിൽ ലഭ്യമാകുന്ന കൂൾ രജിസ്ട്രേഷൻ എന്ന ലിങ്കിലൂടെ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. 17/10/2020 മുതൽ രജിസ്ട്രേഷൻ സൗകര്യം ലഭ്യമാകും. അതുമുതൽ 26/10/2020 വരെ അപേക്ഷ സ്വീകരിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏത് അധ്യാപകനാണോ അപേക്ഷിക്കുന്നത് ആ അധ്യാപകന്റെ സമഗ്ര പോർട്ടലിൽ കയറി വേണം, അതിലുള്ള കൂൾ രജിസ്ട്രേഷൻ ലിങ്ക് വഴി വേണം അപേക്ഷ സമർപ്പിക്കാൻ. അതെപ്രകാരമാണെന്ന് നമുക്ക് ഈ സർക്കുലർ ജസ്റ്റ് ഒന്ന് നോക്കിയതിനു ശേഷം നമുക്ക് പരിചയപ്പെടാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മുമ്പ് രജിസ്റ്റർ ചെയ്തിട്ട് പരിശീലനം ലഭിക്കാത്തവർ വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ടതില്ല. മുൻപ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് ചാൻസ് നൽകിയതിനു ശേഷം മാത്രമായിരിക്കും മിക്കവാറും ഇനി വരാൻ പോകുന്നവർക്ക്, ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ആ സൗകര്യം ലഭ്യമാവുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 1/12/2018 ശേഷം ജോലിയിൽ പ്രവേശിച്ച അധ്യാപകർക്ക് മാത്രമാണ് ഈ കോഴ്സിന് അപേക്ഷിക്കേണ്ടത്. 1/12/2018 ശേഷം ജോലിയിൽ പ്രവേശിച്ചവർ മാത്രമാണ് ഈ കോഴ്സിന് അപേക്ഷിക്കേണ്ടത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ശേഷമുള്ളവർ മാത്രം അപേക്ഷിച്ചാൽ മതി, അല്ലാത്തവർ ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കേണ്ടതായിട്ടില്ല. COVID-19 മൂലം ഈ പ്രാവശ്യത്തെ കോണ്ടാക്ട് ക്ലാസുകൾ ഓൺലൈൻ വഴിയായിരിക്കും, ഓൺലൈൻ വെബിനാറുകൾ വഴിയായിരിക്കും. ഓൺലൈൻ വെബിനാറിൽ പങ്കെടുക്കുന്നതിനുള്ള അറിയിപ്പ് 4-ാം തീയതിക്കകം 4/11/2020 പഠിതാക്കൾക്ക് നൽകുന്നതാണ്. ആദ്യ ബാച്ചിലേക്ക് നിങ്ങളെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 4-ാം തീയതിക്കുള്ളിൽ നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുകയും നിങ്ങൾക്ക് അറിയിപ്പ് നൽകുകയും ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പഠിതാക്കൾ കോഴ്സ് ഫീസായി 1000 രൂപ അടയ്ക്കേണ്ടതാണ്. ഈ തുക GST ഉൾപ്പെടെ 1180 രൂപയുടെ കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എന്ന പേരിൽ തിരുവനന്തപുരത്ത് മാറാവുന്ന DD ആയി ആദ്യ കോണ്ടാക്ട് ക്ലാസ്സിന് മുമ്പേ മെന്ററെ ഏൽപ്പിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ DD എടുക്കേണ്ടത് GST ഉൾപ്പെടെ 1180 രൂപയുടെ DD ആണ് എടുക്കേണ്ടത്. അത് കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എന്ന സ്ഥാപനത്തിന്റെ പേരിലാണ് നൽകേണ്ടത്. പേയബിളറ്റ് തിരുവനന്തപുരം എന്ന DD ആയി ആദ്യ കോണ്ടാക്ട് ക്ലാസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വെബിനാറിന് മുന്നേ നിങ്ങളെ മെന്റർ ബന്ധപ്പെടും. ആ മെന്റർ എങ്ങനെ എവിടെ ഏൽപ്പിക്കണം എന്നെല്ലാം തന്നെ ആ മെന്റർ നിങ്ങളോട് കൃത്യമായി പറയും. അതൊന്നും നിങ്ങൾ ബോധം ചെയ്യേണ്ട ആവശ്യമില്ല, അതൊക്കെ കൃത്യമായും നടന്നിരിക്കും. ഇനി നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം, ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ച പ്രധാനപ്പെട്ട കാര്യം എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. മറ്റെല്ലാം സർക്കുലറിൽ വിശദമാക്കിയതുകൊണ്ട് നമ്മൾ കൂടുതൽ പറയുന്നില്ല. സർക്കുലർ നിങ്ങൾ നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക. അതിനുശേഷം എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നൊന്ന് പറയാം. ആദ്യം അധ്യാപകർ അവരുടെ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ചുകൊണ്ട് സമഗ്ര പോർട്ടലിൽ ലോഗിൻ ചെയ്യുക. അപ്പോൾ ആരാണോ അപേക്ഷ അയക്കുന്നത് ആ അധ്യാപകന്റെ സമഗ്ര യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. ഇനി അവിടെ വരാവുന്നൊരു പ്രശ്നം, ചിലപ്പോൾ സമഗ്ര യൂസർ നെയിമും പാസ്വേഡും ഇല്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സമഗ്ര പോർട്ടലിൽ നിന്നും യൂസർ നെയിമും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യുക. നമുക്ക് തന്നെ സൈനപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതെല്ലാം മറന്നുപോയിട്ടുണ്ടെങ്കിൽ HM ലോഗിൻ ഉള്ള
പാസ്വേഡ് റീസെറ്റ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കുക. ഇനി അഥവാ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും പേര് ഒരിക്കൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ HM ലോഗിനിൽ, സമഗ്രയുടെ HM ലോഗിനിൽ ഉണ്ടായിരിക്കും. സമ്പൂർണ്ണ യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ട് HMന് അവിടെ നിന്ന് കയറാൻ സാധിക്കും. അതിലുള്ള പാസ്വേഡ് റീസെറ്റ്, നിങ്ങളുടെ പേര് നിരക്കുകയാണെന്ന പാസ്വേഡ് റീസെറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് ചെയ്യുക എന്ന് അറിയില്ലെങ്കിൽ ഈ ചാനലിന്റെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുള്ള ഹൗ ക്യാൻ ബി റീസെറ്റ് സമഗ്ര പാസ്വേഡ് എന്ന ലിങ്ക് ഉപയോഗിക്കുക. അപ്പോൾ സമഗ്രയുടെ യൂസർ നെയിമും പാസ്വേഡുമായി അതിനുശേഷം അത് ഉപയോഗിച്ചുകൊണ്ട് സമഗ്ര പോർട്ടലിൽ ലോഗിൻ ചെയ്യുക. അത് കഴിഞ്ഞാൽ അതിൻ്റെ ഡാഷ്ബോർഡിൽ ഉള്ള കൂൾ രജിസ്ട്രേഷൻ എന്ന ലിങ്കിലൂടെ ആവശ്യമായ വിവരങ്ങൾ നൽകി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇതിനായി ആദ്യം ബ്രൗസർ തുറന്ന് www.kite.kerala.gov.in എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അമർത്തുക. തുറന്നു വരുന്ന ജാലകത്തിലെ സർവീസസിൽ നിന്നും സമഗ്ര ക്ലിക്ക് ചെയ്യുക. ഇതാണ് സമഗ്രയുടെ ജാലകം. നേരത്തെ പറഞ്ഞ പോലെ ഇതുവരെ യൂസർ നെയിമും പാസ്വേഡും ഇല്ലാത്തവർ സൈനപ്പ് ഉപയോഗിച്ച് വേണം പുതിയ യൂസർ നെയിം പാസ്വേഡ് ഉണ്ടാക്കാൻ. അതെങ്ങനെയെന്നുള്ള കാര്യം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞിട്ടുണ്ട്, ആ വീഡിയോ നോക്കുക. ഇപ്പോൾ ലോഗിൻ ഉപയോഗിച്ച് നമ്മൾ കയറുന്നു. പാസ്വേഡ് യൂസർ നെയിം പാസ്വേഡ് ഉള്ളവർ ലോഗിൻ ഉപയോഗിച്ച് കയറുന്നു. അതിനുശേഷം ഇവിടെ യൂസർ നെയിം ടൈപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ പാസ്വേഡ് ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം ലോഗിൻ ക്ലിക്ക് ചെയ്യുന്നു. തുറന്നു വരുന്ന ഡാഷ്ബോർഡിൽ ഇവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കൂൾ രജിസ്ട്രേഷൻ എന്ന ലിങ്ക് കാണാൻ സാധിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്ത് ആവശ്യമായ വിവരങ്ങൾ നൽകിയാണ് നമ്മൾ കൂൾ പരിശീലനത്തിലേക്ക് പങ്കെടുക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ ഡാഷ്ബോർഡിൽ കാണുക രജിസ്ട്രേഷൻ ക്ലോസ്ഡ് എന്ന ബട്ടണാണ്. അതിന് കാരണം ഇന്ന് 16-ാം തീയതിയാണ്. നാളെ അതല്ലെങ്കിൽ മറ്റന്നാൾ ഇവിടെ അതിനുള്ള രജിസ്ട്രേഷനുള്ള ലിങ്ക് പ്രത്യക്ഷമാകും. അവിടെ മെയിൽ അഡ്രസ്, ഫോൺ നമ്പർ തുടങ്ങിയ ഡീറ്റെയിൽസ് നൽകി സബ്മിറ്റ് ചെയ്യുക. മെയിൽ അഡ്രസ് അടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വർക്ക് ചെയ്യുന്ന ഇപ്പോൾ സജ്ജമായിട്ടുള്ള മെയിൽ അഡ്രസ് തന്നെ അടിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ മെയിൽ അഡ്രസ്സും നിങ്ങളുടെ ഫോൺ നമ്പറും വളരെ ശ്രദ്ധിച്ച് ടൈപ്പ് ചെയ്യുക. അതിലൂടെയാണ് നിങ്ങളെ കോൺടാക്ട് ചെയ്യേണ്ടത്, ബന്ധപ്പെടേണ്ടത്. ഇത്രയുമാണ് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ. കൂടുതൽ വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സർക്കുലറിൽ വരുന്ന മാറ്റങ്ങളുണ്ടെങ്കിലും സർക്കുലറിൻ്റെ കൂടുതൽ വിശദാംശങ്ങളും അടുത്ത വീഡിയോയിൽ നിങ്ങളെ ഉണ്ടാകും. ഇതുപോലെ കൂൾ സംബന്ധമായ എല്ലാ വിവരങ്ങളും അറിയുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. കൂടുതൽ വിവരങ്ങൾക്ക് www.jkedulite.com എന്ന സൈറ്റ് 18/10/2020 ശേഷം സന്ദർശിക്കുക. ഡീറ്റെയിൽസ് ഞാൻ അതിൽ നൽകാം. ഈ ഡീറ്റെയിൽസ് ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് മാത്രമല്ല, പഴയ കൂളിൻ്റെ പരീക്ഷാ ചോദ്യങ്ങളും അതിൻ്റെ മാതൃകകളും കൂൾ എക്സാമിനുമായി ബന്ധപ്പെട്ടുള്ള വിവിധ കാര്യങ്ങൾ ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് ഈ സൈറ്റിൽ നിന്നും ലഭ്യമാകുന്നതാണ്. അതുകൊണ്ട് 18-ാം തീയതിക്ക് ശേഷം ഈ സൈറ്റ് നിങ്ങൾ ആവശ്യമുള്ള സമയങ്ങളിൽ സന്ദർശിക്കുക.